വടക്കൻ ഇറാഖിൽ പുരോഹിതനായ ലങ്കസ്റ്റർ മെറിൻത്രയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പുരാവസ്തു ഖനനത്തിനിടയിൽ അസാധാരണമായ എന്തോ ഒന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് അയാൾ ഖനനം നടക്കുന്ന മറ്റൊരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നു. ചിതറിക്കിടക്കുന്ന എന്തൊക്കെയോ അവശിഷ്ടങ്ങൾ കണ്ടയാളുടെ മുഖം ശാന്തമാണെങ്കിലും ആ കുഴിയിൽ നിന്നും വീണ്ടും ലഭിച്ച വസ്തു കണ്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് ആശങ്ക നിറയുന്നു. ചിറകുള്ള ജീവിയെ കൊത്തിവെച്ച പച്ച നിറത്തിലുള്ള ഒരു കല്ലാണ് അവർക്ക് ലഭിച്ചത്. വരാനിരിക്കുന്ന യുദ്ധത്തെ ചൂണ്ടിക്കാണിക്കും വിധം തയ്യാറായിക്കൊള്ളാൻ ആഹ്വാനം ചെയ്യുന്നതിന് തുല്യമായി ആ വിചിത്ര രൂപത്തിന്റെ ഭീമാകാരമായ രൂപം ലങ്കസ്റ്റർ മെറിന് മുന്നിൽ വെളിവാകുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യ നടി ക്രിസ് മക്നീൽ തന്റെ സുഹൃത്ത് ബർക്ക് ഡെന്നിങ്സ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുകയാണ്. ക്രിസിന്റെ സ്വകാര്യ ജീവിതത്തിൽ അവർക്ക് 12 വയസ്സുള്ള തന്റെ മകളോടുള്ള കരുതലും സ്നേഹവും വളരെ വലുതാണ്. ഇരുവരും മകൾ റീഗിനോടൊപ്പം ഒരു ആഡംബര വീട്ടിലാണ് താമസമാക്കിയിരിക്കുന്നത്. തിരക്കുകൾക്കിടയിലും മകളുടെ കാര്യങ്ങൾ അവർ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. സമാധാനപൂർണമായ അന്തരീക്ഷം പൊടുന്നനെ മാറിമറിയുന്നുണ്ട്. ക്രിസിന്റെ വീടിന്റെ മച്ചിൽ നിന്നും അസാധാരണമായ ശബ്ദങ്ങൾ കേൾക്കുന്നതോടെ ക്രിസ് അവിടെ മുഴുവൻ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ അസ്വാഭാവികമായി യാതൊന്നും അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. എന്നാൽ തന്റെ മകളിൽ അസ്വാഭാവികമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നത് ക്രിസ് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രായത്തിൽ കവിഞ്ഞ പക്വത കാണിക്കുന്ന റീഗൻ ചില സമയങ്ങളിൽ പ്രവചനാതീതമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ വൈദികരെ കൗൺസിലിംഗ് ചെയ്യുന്ന സൈക്യാട്രിസ്റ്റായ ഫാദർ ഡാമിയൻ ഗരാസിനെയും അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഫാദർ ഡയറിനെയും ക്ഷണിച്ച് ക്രിസ് വീട്ടിൽ ഒരു പാർട്ടി നടത്തുന്നുണ്ട്. കരാസിന്റെ അമ്മയുടെ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ പാർട്ടിയിലേക്ക് ഇറങ്ങിവരുന്ന റീഗൻ അവിടെ പൊതുമധ്യത്തിൽ നിന്നും മൂത്രമൊഴിക്കുന്നു. ഞെട്ടിപ്പോകുന്ന ക്രിസ് മകൾക്ക് ഒരു കവചമെന്ന പോലെ ചേർത്തുപിടിക്കുന്നുണ്ട്. എന്നാൽ സംഭവങ്ങൾ അവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. റീഗന്റെ കിടക്ക ശക്തമായി കുലുങ്ങുകയും അവർ ഭയപ്പെടുകയും ചെയ്യുന്നു. മകൾക്ക് എന്തോ അസുഖമായിരിക്കുമെന്ന ധാരണയിൽ വൈദ്യപരിശോധനകൾ നടത്തുമെങ്കിലും യാതൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പല ഡോക്ടർമാരെ മാറി മാറി കാണിച്ചിട്ടും പല ചികിത്സാ രീതികൾ പരീക്ഷിച്ചിട്ടും അവളുടെ അവസ്ഥ കൂടുതലും മോശമാവുകയാണ് ചെയ്തത്. ക്രിസിന്റെ സുഹൃത്ത് ബർക്ക് ഡെന്നിങ്സിനെ മരിച്ച നിലയിൽ കാണപ്പെടുന്നതോടെ സംഭവങ്ങൾ കൂടുതൽ ഗുരുതരമാകുകയായിരുന്നു. റീഗന്റെ മുറിയുടെ ജനാലയോട് ചേർന്നുള്ള ഗോവണിക്ക് അടിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുക്കുന്നത്. റീഗന്റെ പെരുമാറ്റങ്ങൾ മോശമാകാൻ തുടങ്ങിയതോടെ ഇത് അമാനുഷിക ശക്തിയുടെ സാന്നിധ്യമാണെന്നും വേണ്ടത് ഉച്ചാടനമാണെന്നും ക്രിസിന് ഉപദേശങ്ങൾ ലഭിക്കുന്നു. അക്രമാസക്തമായ രീതിയിലേക്ക് റീഗൻ മാറി തുടങ്ങിയിരുന്നു. യോനിയിൽ ഒരു ക്രൂശിതരൂപം കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്ന രംഗത്തിൽ പ്രേക്ഷകർ ഒന്നടങ്കം നിശബ്ദരാകുകയാണ്. ഈ പരിതസ്ഥിതിയിൽ നിന്നും മകളെ രക്ഷിക്കാൻ പുരോഹിതന്മാരോട് അപേക്ഷിക്കുന്നുണ്ട് ആ അമ്മ. തുടർന്ന് ഉച്ചാടന കർമ്മങ്ങൾക്കായി ലങ്കസ്റ്റർ മെറിൻ എത്തുന്നു. റീഗനെ അഴുകിത്തുടങ്ങിയ ശരീരവും